ഡോക്ടർ ഈ ഒരു ലേസർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് റെഡിയാവുന്ന ഉറപ്പാണ്? ഉറപ്പായിട്ട് റെഡിയാവും. 101% ഉറപ്പ്. എന്നാലും 50% ഡിസ്കൗണ്ടാണ് താങ്കൾക്ക് തരാൻ പോകുന്നത്. കാരണം എന്താ? ഈ ട്രീറ്റ്മെന്റ് ഇവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് താങ്കളാണ്. അത് പിന്നെ അത് എന്ന ഒരു 75% ഡിസ്കൗണ്ട്. ഞാൻ 80 ചോദിച്ചാലോ? അല്ല 75 നമുക്ക് ചെയ്യാം. കൺഫേം. അഖിലേ, കണ്ണ് ബ്ലിങ്ക് ചെയ്യരുത്. ഞാൻ പറയുമ്പോ ആ ലേസറിലോട്ട് കണ്ണ് ചിമ്മാതെ നോക്കണം. ഓക്കെ? റെഡി ആണല്ലോ? കണ്ണ് ചിമ്മിയോ? എന്താ അഖിലേ ഇത്? അഖിലേ, കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? കണ്ണ് ചിമ്മല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. എനിക്കിപ്പോൾ ഡോക്ടറിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും വിത്തൗട്ട് ഗ്ലാസ്. ഓ മൈ ഗോഡ്, സക്സസ്. അഖിലേ, ഒരു കുഴപ്പമില്ല. ഇനി ഓടാൻ, പാടാൻ, ചാടാം, എന്ത് വേണേലും ചെയ്യാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. ഓക്കെ, എന്നാ ഇതും വെച്ചോ. ബൈ. മക്കളെ എന്താ പോവാ? മക്കളെ എങ്ങനെ ഉണ്ടായത് ട്രീറ്റ്മെന്റ് ഒക്കെ? പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല ഡോക്ടർ. അപ്പം ചെയ്യുന്നുണ്ടോ? മോനെ നോക്കിയതേ എന്റെ മോനാ ഡോക്ടറാ, ഇവിടുത്തെ സീനിയർ ഡോക്ടറാ. ആണോ? അച്ഛൊരു ഭാഗ്യവാനോട്ടോ. പുള്ളി ഭയങ്കര മിടുക്കനാ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മോനെ പഠിപ്പിച്ചതാ. അതിന്റെ ഫലമായി കാണുന്നതെല്ലാം. എന്തായാലും ഞങ്ങോട്ട് പോട്ടെ എന്നാ. നല്ല കാഴ്ച ഉണ്ടല്ലയോ? അടിപൊളി, എല്ലാം നല്ല വ്യക്തം. ശരി, കാണാം. പേരെന്തായത്? എന്റെ പേര് ഗോപാലൻ. കാണാം കേട്ടോ. ശരി. എന്ത് പരിപാടി കാണിക്കുന്ന? ആ ചെറുക്കനെ എടുത്തോണ്ട് പോന്നേ. എന്തോടാ? ഒരു ആക്സിഡന്റ്. അയ്യോ, എന്തോ പറ്റിയാ? ഒരു ഫീസ് കൂടി ഒരു ബൈക്ക് വന്ന് ഒരു ചെറുക്കനെ ഇടിച്ചു. എന്നിട്ട് പോട്ടിൽ തന്നെ ആ ചെറുക്കൻ ചത്തു. ഏത് ബൈക്കാരനാ? അല്ല, ചെറുക്കന് വീട്ടിച്ചവൻ. ആ നിങ്ങളൊരു നോക്കി നിൽക്കുവാണോ? അപ്പൊ സഹായിക്ക്. എനിക്ക് ഈ ചോര ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ചേട്ടാ, ആംബുലൻസുകാരോടെ പെരിയ വരാൻ പറ. ഇത് തീർന്ന്. ചേട്ടാ, ഓരോരുത്തരുടെ അവസ്ഥയെ ഒരു ചെറുപ്പക്കാരനായിരുന്നു. 5 മിനിറ്റ് മുമ്പ് ആയിരുന്നു രക്ഷപ്പെടുത്തായിരുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടോ? മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ തന്നെ. അതെ അതെ, ഞെട്ടണ്ട. എഴുന്നേക്ക്. അത് ഞാൻ തന്നെ. എഴുന്നേക്കുന്നേ. പേടിക്കണ്ടെന്ന് ചിരിക്കുന്നേ. പിച്ചും പേയും പറഞ്ഞ് നാട്ടുകാരെ പ്രാന്തനെന്ന് വിളിപ്പിക്കരുത്. കൂടുതലൊന്നും ആലോചിക്കണ്ട. നിനക്ക് മരിച്ചവരെ കാണാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ട്. വാ, എഴുന്നേറ്റ് വാങ്ങി. ലേസർ എവിടുന്ന? മറ്റേ ഗോപാലൻ മെമ്മോറിയൽ. അയ്യോ, നമ്മുടെ ഗോപാലേട്ടന്റെ. പുള്ളി മരിച്ചിട്ട് 15 വർഷമായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കാ മോനെ ആ ആശുപത്രി പണിഞ്ഞത്. എന്റെ പേര് ഗോപാലൻ. കാണാം കേട്ടോ. ശരി. അതെ, ഒരു പ്രേതം എന്റെ തോളെ ഇങ്ങനെ കൈയിടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓ പിന്നെ, നമ്മളിപ്പോ കൂട്ടുകാരല്ലയോ? അതെ, ഞാൻ എന്റെ വീടോട്ട് പോവാ. കൈ നിർത്തട്ടെ. ഞാനും വരുന്നു വീട്ടിലോട്ട്. അങ്ങോട്ട് എന്തിനാ വരുന്നത്? അതെന്റെ വീടാ. അല്ല, എനിക്ക് ഇങ്ങോട്ട് പോകാനാ. എനിക്ക് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ വെച്ചാൽ എന്റെ ഇവിടെ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരാം. എന്താ ഹെൽപ്പ്? എനിക്കൊരു ഇൻഷുറൻസിന് പേപ്പർ ഉണ്ട്. അത് ഞങ്ങൾ അമ്മയ്ക്ക് അറിയത്തില്ല. അത് കട്ടിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കൊടുക്കണം. അതിൻ്റെ കൂടെ ആ കട്ടിൻ്റെ താഴെ കുറച്ച് കൊച്ചുസ്തുണ്ട്, അതെടുത്തൊന്ന് മാറ്റണം. പിന്നെ 2 ഈ ഫോണൊക്കെ ഉള്ളപ്പോ എന്തിനാടോ ഇങ്ങനെയൊക്കെ പോകുന്നത്? നാണമില്ല. അയ്യോ, ഫോണുണ്ട്. എന്തിനാ? അത് വീട്ടുകാർ കാണരുത്. എന്തിനാ? ഇതിന്റെ ഫോണുണ്ട്, ഫോൺ. അത് വീട്ടുകാർ കാണരുത്. വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അവൻ തൊലഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കുക. അവര് ആ അവസ്ഥയാ. എടുത്ത് മാറ്റണം. ഒഴിഞ്ഞു പോവോ? ഞാൻ ചെയ്തേക്കാം. പൊക്കോ. ഒഴിഞ്ഞു പോ, ഞാൻ ചെയ്തേക്കാം. ചെയ്യണേ? ചെയ്യാം. ചെയ്യുവോ? അതല്ലേ വീട്. അതെ, അതാ വീട്. ബാക്കിലത്തെ സൈഡിൽ ഒരു ഡോറുണ്ട്. അതിന് കുറ്റിയില്ല. ഒന്ന് തള്ളിയാ മതി, കേറാം. ഓക്കെ. ആളൊന്നും വന്നിട്ടില്ല. ചെല്ലാൻ പോവാ. നിങ്ങൾ വെക്കോ, ഒഴിഞ്ഞു വെക്കോ. എന്റെ അടുത്ത് പോ. എടുക്കണേ മറ്റേ കൊച്ചുസ്തം. ഒപ്പിച്ച് വെച്ചിട്ട് ഫോൺ. കൊറേ നാളായിട്ട് ഇതില്ലായിരിക്കുവായിരുന്നു. വീണ്ടും തുടങ്ങിയോ?
ഞാൻ ഇന്ന് രാവിലെ കണ്ണിന്റെ ലേസർ ചെയ്തായിരുന്നു. അതിൽ പിന്നെ എനിക്ക് മരിച്ചവരെ കാണാൻ പറ്റും. അയ്യോ ആണോ കുഞ്ഞേ, കുറച്ച് നാളായിട്ട് എന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങ് സങ്കടമായിരുന്നു. ഇപ്പൊ സന്തോഷമായി. അല്ല അമ്മൂമ്മയെ കൊണ്ടേ പണ്ടവിടെ ഒഴിക്കുന്നില്ല, പിന്നെ അങ്ങനെ അമ്മയോടെ വന്ന്. ഓ ഞാനങ്ങ് പോയില്ല കുഞ്ഞാ, ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ആഗ്രഹം മൊത്തം തീരാതെ ഞാൻ എങ്ങനെയാ പോന്നേ? ₹10,000 വാങ്ങിച്ചോണ്ട് പോയത്, അപ്പൊ മോക്ഷം കിട്ടിയില്ല. എവിടുന്ന് ഇടേനാ? എന്നാലും അമ്മൂമ്മയുടെ പോക്കിച്ചിരി നേരത്തെ ആയി പോയില്ലേ എന്നൊരു സംശയം. പോയതല്ല, പോയിപ്പിച്ചതല്ലേ. ആര്? അന്ന് മരണ വീട്ടിൽ ഓവർ കളിച്ചതാരാ? ആലോചിച്ച് നോക്കി. ഇന്ന് മരണ വീട്ടില് ഏറ്റവും കൂടുതൽ ഓവറാക്കിയത് എടാ കള്ളച്ചേട്ടാ, അതാണല്ലേ നിങ്ങൾ പറഞ്ഞേ ഒരേക്കർ വസ്തു അമ്മൂമ്മ നിങ്ങളുടെ പേര് എഴുതി വെച്ചെന്ന്. ഓ എന്റെ പൊന്നുമോനെ, അവന്റെ കൂടെ ഞാൻ ആംബുലൻസിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളടാ. എന്റെ മൂക്കിന്റെ തുമ്പത്തൊരു കൊതുക് ഇരിക്കുന്നെന്ന് പറഞ്ഞ് മൂക്കടക്കം അവനൊരു തപ്പിപ്പിടുത്തം. പിന്നെ CPR IPR ഏതാണ്ട് തരുവാന്നും പറഞ്ഞ് അവൻ നെഞ്ചത്ത് പടപടേ നടിച്ചിട്ട് പൊട്ടിച്ചതാ. ചുമ്മാ അല്ല അവൻ എന്നെ ആംബുലൻസിൽ കയറ്റാന്നെ. ഈ പരിപാടി കയറുന്നില്ലയോ? കാഞ്ഞ ബുദ്ധിയാ, കള്ള കഴിവേറി. പക്ഷെങ്കിലേ അതിലൊരു ടിസ്റ്റ് ഉണ്ടായിരുന്നു മോനെ. അതിന്റെ ആധാരം എവിടാന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അമ്മൂമ്മേ എനിക്ക് പറഞ്ഞേരാ? പറഞ്ഞുതരാം, പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്നാലും എനിക്ക് ശാപമോഷം കിട്ടി മേളോട്ട് പോകത്തുള്ളൂ. എന്താഗ്രഹ? അവന്റെ കരണം നോക്കി ഒരൊറ്റ അടി കൊടുക്കണം. പറ്റുമോ? പറ്റിച്ചാൽ ഒരേക്കറിൽ 50 നിനക്ക് സ്വന്തം. അപ്പൊ 2 അടി അടിച്ചാ ഒരേക്കർ കിട്ടും. ചെല്ലു, ആദ്യം അടിച്ചിട്ട് വേ. അമ്മൂമ്മേ വിട്ടിരിക്കും, ഇത് പിടിച്ചോ. ഓക്കെ ചേട്ടാ, ഐ ആം കമ്മിങ്. ഗോ. നീ ഏതാടാ ചിത്രശലഭമേ? ഞാൻ അവന്റെ കൂട്ടുകാരന് രാവിലെ പരിചയപ്പെട്ട. ഓ ഫോൺ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഇതൊന്ന് കഴിയിട്ട് എടുത്തു തരാം. പുസ്തകം എടുക്കാന്ന് അവിടെ ആരും വന്നിട്ടൊന്നുമില്ല, ആരും അറിഞ്ഞിട്ടില്ല. അയ്യാടാ മോർണിംഗ് ആണ് ഞാൻ ഇരിഞ്ഞു. താനെന്തൊരു ആക്ടിങ് ആടോ? അന്ന് എന്തൊരു കരച്ചിലായിരുന്നു. അമ്മൂമ്മ താനാ വന്ന ഇല്ലയോ? കൊട്ടയിൽ നിന്നുണ്ട് കേട്ടോ. ഒരേക്കറേ നിങ്ങൾക്കല്ല, എനിക്കാ, എനിക്ക്. അയ്യോ പിന്നെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കണ്ണ് കാണത്തില്ലല്ലോ. കയറി അങ്ങ് ഇരിക്കാനാ തൊട്ട്. അതെ ആ മോന്ത നോക്കിയേ. ആണ്ടത് അത് മതി. അമ്മൂമ്മ ഒരേക്കർ എനിക്കാണേ. ഹലോ അഖിലെന്തേ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല? എടാ അഖിലേ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയതാ, 2 ദിവസമായി, ഇതുവരെയായിട്ട് വന്നിട്ടില്ല വീട്ടില്. ഇല്ലയോ? വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്തോ ഒരു ഇതുപോലെ. പിന്നെ കൂട്ടുകാരുടെ കൂടെ വല്ലതും പോയതായിരിക്കും. കൂട്ടുകാരൻ ഞാൻ ഇല്ലൂടാ. അത് ശരിയാണല്ലോ, ഞാനെന്നാ ഒന്ന് അന്വേഷിക്കട്ടെ. അവനെന്നാലും എവിടെ പോവാനാ വഴി? എന്താ ഇത്? ഇവൻ ഇവിടെ വെട്ടി മൂടാ. ഇങ്ങോട്ട്